ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിചേർക്കപ്പെട്ട ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തേക്കും. നിർണായക ദേവസ്വം ബോർഡ് യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. UDF കാലത്തെ ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം വേണമെന്ന നിലപാടുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് രംഗത്തെത്തി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ചെമ്പാക്കിയ മഹസറിൽ അന്നത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാർ ഒപ്പിട്ടിരുന്നു. സുനിലിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. പ്രത്യേക അന്വേഷണ സംഘം സുനിൽകുമാറിനെ പ്രതി ചേർത്തതിന് പിന്നാലെയാണ് നടപടി സ്വീകരിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. സസ്പെൻഷൻ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ബോർഡ് യോഗം ചർച്ച ചെയ്യുകയാണ്. ഇവരുടെ പെൻഷനാനുകൂല്യം ഉൾപ്പെടെ തടഞ്ഞുവെക്കാനാകുമോ എന്നാണ് പരിശോധിക്കുന്നത്. UDF കാലത്ത് ബോർഡിന്റെ ഭാഗമായിരുന്നവരെല്ലാം ദിവ്യന്മാരാണെന്നും ഇപ്പോഴുള്ളവർ മോശക്കാരാണെന്നും ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. സുനിൽകുമാറിന്റെ കാര്യം ഇന്നിപ്പോൾ ബോർഡ് ചർച്ച ചെയ്യും. സുനിൽകുമാറിന്റെ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിനെ സംബന്ധിച്ചും ഇന്ന് ബോർഡ് ചർച്ച ചെയ്യും. മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ബോർഡിൽ ഇന്ന് വിശദമായി ചർച്ച ചെയ്യും. കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുന്നതിനു മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈകാതെ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന H. വെങ്കടേഷ് ഇന്ന് ശബരിമലയിലെത്തും. ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനത്തെ സ്ട്രോങ് റൂമിലെ പരിശോധന പൂർത്തിയാക്കി മടങ്ങി. മീഡിയ 1 തിരുവനന്തപുരം.